ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു. കുന്നംകുളം മരത്തംകോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ചു. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഫാം ഫുഡ് ചെയർമാനും MD-യുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. 1.5 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ സുപ്രധാന രേഖകളും വിവിധ സീലുകളും കണ്ടെടുത്തു. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം നെൽകർഷകർ ആശങ്കയിൽ. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സാധ്യത എന്ന് കർഷകർ. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസർ ഇല്ല. വിവിധ സേവനങ്ങൾ ലഭിക്കാതെ വലഞ്ഞ് ജനം. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം നാട്ടുകാർ ദുരിതത്തിൽ. 20 വർഷമായി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താറില്ലെന്നും യാത്രാ ദുരിതം പരിഹരിക്കണമെന്നും നാട്ടുകാർ. വിദ്യാർത്ഥികളില്ലാതെ പെരുമ്പിലാവ് അറയ്ക്കൽ MUM LP സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിൽ ചേർന്നു. വാർത്തകൾ വിശദമായി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വൈലാത്ര വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 33 വയസ്സുള്ള സിനീഷാണ് മരിച്ചത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ രാവിലെ 8-നായിരുന്നു സിനീഷിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത്. അനസ്തേഷ്യ നൽകിയതോടെ സിനീഷ് അസ്വസ്ഥനാവുകയും തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു. ഇതോടെ ബന്ധുക്കൾ സിനീഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകുന്നതിനിടെ 11 മണിയോടെ മരണപ്പെട്ടു. ടൈൽ പണിക്കാരനാണ് സിനീഷ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തന്നെയായിരുന്നു ഹെർണിയയ്ക്ക് ചികിത്സ ചെയ്തിരുന്നത്. അനസ്തേഷ്യ കൊടുത്തതിന്റെ അപാകതയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞു. കുന്നംകുളം മരത്തംകോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. എരമംഗലം സ്വദേശി സജ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. കുട്ടി മരിക്കാൻ കാരണം ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. എന്നാൽ പൊക്കിൽക്കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു കുട്ടിയെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. കഴിഞ്ഞ ജൂൺ 7-ന് ഇതേ ആശുപത്രിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങിയ പഴയന്നൂർ സ്വദേശിനിയായ രമ്യശ്രീ എന്ന യുവതിയും തൊട്ടടുത്ത ദിവസം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ അല്ലമീൻ ആശുപത്രിക്കെതിരെ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഫാം ഫുഡ് ചെയർമാൻ C. രാജേഷ് പിള്ളയെയും MD അഖിൻ ഫ്രാൻസിസിനെയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കിഴക്കേനടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ബ്രാഞ്ചിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 1.5 മണിക്കൂർ നീണ്ടുനിന്ന തെളിവെടുപ്പിൽ സുപ്രധാന രേഖകളും സ്ഥാപനത്തിന്റെ വിവിധ സീലുകളും പോലീസ് കണ്ടെടുത്തു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പ്രതികളെ തിങ്കളാഴ്ച ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിനെ ഫാം ഫെഡിനെതിരെ 68 പരാതികളാണ് ടെമ്പിൾ പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. 19 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇതുവരെയുള്ള പരാതി. ഗുരുവായൂർ ബ്രാഞ്ചിൽ മാത്രം 1000-ലധികം മെമ്പർമാരാണുള്ളത്. 20,000 രൂപ മുതൽ 3.5 കോടി വരെയാണ് മെമ്പർമാർ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡയറക്ടർമാരായ രാജേഷ് പിള്ളയുടെ ഭാര്യ ധന്യ, അഖിൻ ഫ്രാൻസിസിന്റെ ഭാര്യ ഷിനി എന്നിവരെയും പ്രതി ചേർക്കുമെന്ന് ടെമ്പിൾ SHO G. അജയ്കുമാർ പറഞ്ഞു. ഇവരുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥ അവസാനിക്കുന്ന മുറയ്ക്ക് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും. TCV ഗുരുവായൂർ. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം നെൽകർഷകർ ആശങ്കയിൽ. ചെക്ക് ഡാമിലെ ഷട്ടറുകൾ തുറക്കാത്തതിനാൽ കൊണ്ടാഴി പാറമേൽപ്പടി പള്ളിമുക്ക് ഭാഗത്തെ നെൽവയലുകളിൽ വെള്ളം കയറുകയാണ് പതിവ്. മഴ കൂടുന്ന സാഹചര്യത്തിൽ പുഴയിൽ വെള്ളം അധികമാവുകയും പിന്നീട് ഷട്ടറുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ടാകും. എത്രയും പെട്ടെന്ന് ഷട്ടറുകൾ മുഴുവൻ തുറന്നുവയ്ക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന. പാലക്കാട് ഡാം ആൻഡ് ഇറിഗേഷൻ അധികാരികളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ തുറക്കണമെന്ന് എല്ലാ കാലവർഷത്തിനും മുൻപ് അധികൃതരെ അറിയിക്കുമെങ്കിലും ഉത്തരവാദിത്തം നിറവേറ്റാൻ മടിയാണെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വയലേലകൾ വീണ്ടും മുങ്ങി കൃഷിനാശം സംഭവിക്കുമോ എന്ന ഭയപ്പാടിലാണ് വിവിധ പാടശേഖര സമിതിയിലെ കർഷകർ. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക് ഡാം തുറക്കാത്തത് കാരണം നമ്മുടെ കൂട്ടിൽമുക്ക് ഭാഗവും മടത്തിൽപ്പടിയുടെ ഒരു പകുതി പാടശേഖരത്തിലും ഭാരതപ്പുഴയും ചീരക്കുഴിപ്പുഴയും കൂട്ടിൽമുക്ക് എന്ന സ്ഥലത്ത് മുട്ടുകയും അത് മേപ്പെട്ട് വെള്ളം കയറി കൊണ്ടാഴിയുടെ പല ഭാഗത്തും വെള്ളം കയറുവാനുള്ള ഒരു അവസരം ഉണ്ടാവും.
പാലക്കാട് ജില്ലയിൽ നിന്നാണ് തുറക്കേണ്ടതെന്നാണ് നമ്മുടെ അറിവ്. ബഹുമാനപ്പെട്ട MLA സാർ എത്രയും ഇടപെട്ട് തുറന്നില്ലെങ്കിൽ കാലവർഷം വരികയാണെങ്കിൽ നമുക്ക് വൻ നാശനഷ്ടം ഉണ്ടാവും. TCV ന്യൂസ് തിരുവില്ലാമല. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസർ ഇല്ലാത്തതിൽ ദുരിതത്തിലായി ജനങ്ങൾ. സ്ഥിരമായി ഓഫീസർ ഇല്ലാതായതോടെ സമീപത്തെ വില്ലേജുകളിലെ ഓഫീസർമാർക്ക് അധിക ചുമതലയാണ് നൽകുന്നത്. ഇതുമൂലം വില്ലേജിൽ നിന്നും ലഭിക്കേണ്ട ജാതി, വരുമാനം, നോൺ ക്രീമി ലെയർ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ വൈകുകയാണ്. 2 ദിവസമായി പഴയന്നൂർ വില്ലേജ് ഓഫീസർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ് ആവശ്യപ്പെട്ടു. വള്ളത്തോൾ നഗർപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് നാട്ടുകാർ. 20 വർഷമായി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താറില്ലെന്നും പരാതി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡ് 2005-2010 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കാട്ടിരി മുതൽ മേച്ചേരിക്കുന്ന് വരെ പൂർത്തീകരിച്ചതാണ്. എന്നാൽ 20 വർഷം കഴിഞ്ഞിട്ടും ഇന്നുവരെ ഈ റോഡ് പൂർണ്ണമായും റീടാർ ചെയ്യുകയോ ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്തിട്ടില്ല. 8 മീറ്റർ വീതിയുള്ള റോഡായിട്ടും തൃശൂർ ജില്ലാ പഞ്ചായത്തോ PWDയോ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. റോഡ് കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴയൊക്കെ പെയ്താൽ അത് കൂടെ ഇറങ്ങാൻ പറ്റില്ല. ഈ റോഡും ആ റോഡും അതെ. മെമ്പർമാരോടൊക്കെ പറഞ്ഞാൽ അവർ കോടികളുടെ കണക്ക് ഇങ്ങനെ പറയാന്നല്ലാതെ അവരത് നേരാക്കുള്ളൊരു പരിപാടിയും ചെയ്യുന്നില്ല. ഈ അവസ്ഥയാണ് ഈ റോഡിലെ എല്ലാ ഭാഗത്തുള്ളത്. വെട്ടിക്കാട്ടി മുതൽ മേച്ചേരി വരെ ഉൾപ്പെടുന്ന ഈ മേഖലയിലെ മുഴുവൻ പ്രദേശത്തും ഈ അവസ്ഥയാണ് റോഡിനുള്ളത്. ഗേറ്റ് പെടാതെ തൃശ്ശൂർ ഹൈവേയിലേക്ക് കടക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന റോഡാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ, സ്കൂൾ ബസ്സുകൾ ഇതിലെ പോകുന്ന ഒരു സ്ഥലമാണ്. ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പലതവണ ഗ്രാമസഭയിൽ ഉന്നയിച്ചിട്ടും ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന് കഴിയില്ലെങ്കിൽ അത് PWDക്ക് കൈമാറി ഈ വർക്ക്, ഈ റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. നിരവധി സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും പൈങ്കുളം റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ഹൈവേയിലേക്ക് പോകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന റോഡായിട്ടും വേണ്ട രീതിയിൽ ജനപ്രതിനിധികൾ ഇടപെടുന്നില്ല. ഇതിൽ വലിയ പ്രതിഷേധമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ സ്ഥിതി തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രദേശവാസിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന അബ്ദുൽ കരീം പറഞ്ഞു. TCV ന്യൂസ് ചെറുതുരുത്തി. ഈ വിദ്യാലയത്തിന്റെ കളിമുറ്റത്ത് ഉയർന്നിരുന്ന കളിയും ചിരിയും ഇനി ഓർമ്മകൾ മാത്രം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വിദ്യാർത്ഥി പോലുമില്ല. ഒരാളെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരധ്യാപിക ഇവിടെ വഴിക്കണ്ണും നട്ട് കാത്തിരിക്കുന്നു. പെരുമ്പിലാവ് അറയ്ക്കൽ MUM LP സ്കൂളിന്റെ ഇന്നത്തെ സ്ഥിതിയാണ് ഇത്. പ്രഗത്ഭരായ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഹരിശ്രീ കുറിച്ച ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഒരു കുട്ടി പോലും പഠിക്കാനെത്തുന്നില്ല. കഴിഞ്ഞ വർഷം 7 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് എല്ലാവരും TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് മാറി. അധ്യാപക ബാങ്കിൽ നിന്ന് നിയമിച്ച ഒരു അധ്യാപിക പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ സ്കൂളിൽ എത്തുന്നുണ്ട്. കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് ഇവരും താമസിയാതെ മാറും. അതിനുള്ള ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ ആദ്യ വിദ്യാലയമാണ് MUM സ്കൂൾ. മണക്കലാത്ത് മുഹമ്മദ് ഹാജിയാണ് 120 വർഷത്തോളം മുൻപ് സ്കൂൾ തുടങ്ങിയത്. തലമുറകൾ കൈമാറി വന്ന സ്കൂളിന്റെ നടത്തിപ്പ് പിന്നീട് താളം തെറ്റി. സ്കൂളിന്റെ പുതിയ തലമുറയിലെ അവകാശികൾ വിദേശത്തായിരുന്നു. തൊട്ടടുത്ത സർക്കാർ സ്കൂളുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു തുടങ്ങിയതോടെ കുട്ടികൾ സ്ഥലം വിട്ടു തുടങ്ങി. അതോടെ ഡിവിഷനുകൾ കുറഞ്ഞു. സ്കൂൾ നവീകരണത്തിന് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന സ്ഥിതിയായതോടെ ഉടമകൾക്കും മനമടുത്തു. ഫിറ്റ്നസ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ വലിയ തുക ചെലവ് വരുന്ന നവീകരണമാണ് നിർദ്ദേശിച്ചിരുന്നത്. നാട്ടുകാരായ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് അറയ്ക്കൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിച്ച് സ്കൂൾ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല. കടവല്ലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ സ്കൂൾ ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വഴിയിലാണ്. TCV കുന്നംകുളം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രക ലിവിയ ജോസ് പിടിയിൽ. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ലിവിയയോട് കീഴടങ്ങണമെന്ന് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരുമറിയാതെ നാട്ടിലെത്തി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനായിരുന്നു ലിവിയയുടെ പദ്ധതി. നാട്ടിലെത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം ലിവിയയെ കസ്റ്റഡിയിലെടുത്തത്.
പ്രതിയെ തൃശൂരിൽ എത്തിക്കും. കുടുംബവഴക്കിനെ തുടർന്നാണ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ വ്യാജ LSD കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയത്. തുടർന്ന് ഷീല സണ്ണി 2 മാസത്തോളം ജയിലിൽ കിടന്നിരുന്നു. കുണ്ടന്നൂരിൽ റോഡിലെ ഹമ്പ് മറികടക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഇരുചക്ര വാഹനത്തിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന കുണ്ടന്നൂർ സ്വദേശി വിനീതയ്ക്കാണ് പരിക്കേറ്റത്. കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ഹമ്പിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചുകയറി. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ സാമഗ്രികൾക്ക് മുകളിലൂടെ കടന്നാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത്. സംഭവത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഈ സമയം സർവീസ് റോഡിലൂടെ പ്രഭാത സവാരി നടത്തുന്നവർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ദേശീയപാതയിൽ കൊടകര ഗാന്ധിനഗറിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിലിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 4 പേർക്ക് സാരമായി പരിക്കേറ്റു. കൊടകര മേൽപ്പാലം ഇറങ്ങവേ കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്തെ വിളക്കുകാലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിളക്കുകാൽ അടിത്തറയടക്കം ഇളകി സർവീസ് റോഡിലേക്ക് വീണു. തകർന്ന കാറിന്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ച നിലയിലുമാണ്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിൽ ഉണ്ടായിരുന്നവരെ ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ കാൽനട യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു. പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളായ തമിഴ് സെൽവി, നന്ദകൃഷ്ണ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേത്തല ഗൗരിശങ്കർ ജംഗ്ഷന് സമീപം സോണൽ ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. സ്കൂൾ വിട്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് അമിത വേഗതയിൽ വന്ന മോട്ടോർ ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടമുണ്ടാക്കിയ യുവാവ് ബൈക്ക് നിർത്താതെ പോയി. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അപകടകരമായ വിധത്തിൽ ബൈക്ക് സവാരി നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ PTA പ്രസിഡന്റും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KS കൈസാബ് ആവശ്യപ്പെട്ടു. ചെറുപ്പക്കാര് വണ്ടി അടിച്ച് നിർത്താതെ പോകുന്ന സ്കൂൾ സമയത്ത് സ്കൂളിൻ്റെ പ്രദേശത്ത് തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വാഹനം ഓടിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. അപകടകരമായ രീതിയിലാണ് കുട്ടികളുടെ മുമ്പിലേക്ക് ഇത്തരം ടൂ വീലർ വരുന്നത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ശക്തമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ വേണമെന്നാണ് PTA ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഗുരുവായൂരിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സൈക്കിൾ യാത്രികൻ തമിഴ്നാട് സ്വദേശി ഗോപാലകൃഷ്ണൻ, ബൈക്ക് യാത്രികൻ കാക്കശ്ശേരി മടത്തെങ്കിൽ അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിലായിരുന്നു അപകടം. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാളിന്റെ സൈറ്റ് ഓഫീസ് മഴയിൽ തകർന്നു വീണു. 2 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്തിന്റെ ഉടമ ചാലക്കുടി അക്കരെ വീട്ടിൽ ഷാജു, ഷാജുവിന്റെ മകൻ അർണോൾഡ് ഷാജു എന്നിവർക്കാണ് പരിക്ക്. പോലീസ് സ്റ്റേഷൻ റോഡിലെ അക്കര തിയേറ്ററിന്റെ സ്ഥലത്താണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മാൾ നിർമ്മാണം നടക്കുന്നത്. ഇതിനായി മണ്ണെടുത്ത ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായിരുന്ന ഫയർ സ്റ്റേഷന് എതിർവശത്തുള്ള റോഡരികിലെ ഇവരുടെ സൈറ്റ് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് പോവുകയായിരുന്നു. രാവിലെ മുതൽ കനത്ത മഴയായിരുന്നതിനാൽ ജോലിക്കാർ എത്തിയിരുന്നില്ല. സംഭവ സമയത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ ദുരന്തത്തിൽ കലാശിക്കുമായിരുന്നു. ചേലക്കരയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് ഓട്ടിസം ബാധിച്ച യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. എളനാട് തേക്കിൻകാട് വീട്ടിൽ രാജന്റെ മകൻ അനൂജിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. എളനാട് നിന്ന് തൃശൂരിലേക്ക് സർവീസ് നടത്തുന്ന ഉണ്ണികൃഷ്ണ ബസ്സിൽ നിന്നാണ് അന്തിമഹാകാളൻകാവ് ബസ് സ്റ്റോപ്പിന് സമീപം വെച്ച് അനൂജ് വീണത്. ഷൊർണൂരിലെ കാർമൽ മൗണ്ട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. യാത്രയ്ക്കിടെ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്ന് കരുതുന്നു. അനൂജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിരക്കേറിയതോടെ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ റോഡിൽ നടക്കാൻ പോലും കഴിയാതെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നു. പാറയമ്പാടത്ത് റോഡ് പണി നടക്കുന്നതിനാൽ കുന്നംകുളത്ത് നിന്ന് അക്കിക്കാവിലേക്ക് പോകുന്ന വാഹനങ്ങൾ പഴഞ്ഞി വഴിയാണ് പോകുന്നത്. ഇതോടെ വീതി കുറഞ്ഞ ഈ റോഡിൽ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. സ്കൂളിന് സമീപം റോഡരികിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഹൈസ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് നിർമ്മിച്ച കാനയ്ക്ക് മുകളിൽ സ്ലാബുകൾ വിരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇതിന് മുകളിലൂടെ നടക്കാൻ കഴിയും. കാനയ്ക്ക് മുകളിൽ സ്ലാബ് വിരിക്കാൻ നടപടിയെടുക്കണമെന്ന് സ്കൂൾ PTA യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ പ്രിൻസിപ്പൽമാരായ ജനീർ ലാൽ, വെങ്കിട്ടമൂർത്തി, പ്രധാനാധ്യാപിക മേഴ്സി മാത്യു, PTA പ്രസിഡന്റ് സാബു ഐന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു കിടക്കുന്നത് ഭിത്തിയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ആശങ്ക. ഭിത്തിയിൽ ഭാഗികമായി പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിട്ടുണ്ടെങ്കിലും മഴവെള്ളം ഇറങ്ങുന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ മുകളിൽ കയറി അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് സുരക്ഷിതമല്ലാത്ത നിലയിലുമാണ്. മരം കൊണ്ടുള്ള തട്ട് മഴ നനഞ്ഞു കിടക്കുകയാണ്. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ജീവനക്കാർ മാത്രമാണ് സ്ഥലത്തുള്ളത്. പള്ളിയുടെ അകത്തേക്കുള്ള പൊതുജനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. 1 വർഷം മുൻപ് 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ദേശീയപാതയിലെ പുതുക്കാട് മേൽപ്പാലത്തിന്റെ മണ്ണ് പരിശോധന ആരംഭിച്ചു. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന മേൽപ്പാലത്തിന് 570 കോടിയാണ് നിർമ്മാണ ചെലവ്. ഹരിയാന ആസ്ഥാനമായ കമ്പനിക്കാണ് കരാർ. അപകടങ്ങൾ പതിവായ പുതുക്കാട് സെന്ററിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സിഗ്നൽ ജംഗ്ഷനിൽ പ്രതിദിനം 4000 പേർ ദേശീയപാത മുറിച്ചു കടക്കുന്നുവെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്ക്. സിഗ്നൽ വരുന്നതിന് മുൻപ് 2 വർഷത്തിനിടെ പുതുക്കാട് സെന്ററിൽ മാത്രം 26 അപകട മരണങ്ങളാണ് ഉണ്ടായത്. ആമ്പല്ലൂർ, കുറുമാലി, നന്ദിക്കര പ്രദേശങ്ങളും സ്ഥിരം അപകട മേഖലകളായിരുന്നു. തുടർന്ന് ദേശീയപാത അതോറിറ്റി പുതുക്കാട് സെന്ററിനെ ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തി. അപകടങ്ങൾ പതിവായപ്പോഴാണ് നാട്ടുകാർ മേൽപ്പാലം എന്ന ആവശ്യവുമായി പ്രക്ഷോഭം ആരംഭിച്ചത്. ഒരു വിഭാഗം അടിപ്പാതയാണ് ആവശ്യമെന്ന് വാദിച്ചതോടെ തർക്കമായി. ഒടുവിൽ പ്രശ്നം കോടതിയിലെത്തി. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ സംവിധാനം മതിയെന്ന് പഞ്ചായത്ത് കോടതിയിൽ സത്യവാങ്മൂലം നൽകി. KSRTC സ്റ്റാൻഡിന് മുൻവശത്തു നിന്ന് ആരംഭിച്ച് മുപ്ലിയം റോഡിന് സമീപം ഇറങ്ങുന്ന വിധമാണ് പുതിയ മേൽപ്പാലത്തിന്റെ രൂപരേഖ. TCV, പുതുക്കാട്. വീട് കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന ശ്രീരാമസേന സംസ്ഥാന ഭാരവാഹിയെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീരാമസേനയിൽ നിന്നും വിട്ടുപോയതിന്റെ വിരോധത്താൽ വടക്കാഞ്ചേരി എടവനക്കാട് സ്വദേശി രഞ്ജിത്തിനെയും കുടുംബത്തെയും വീട് കയറി ആക്രമിച്ചതായാണ് പരാതി. തുടർന്ന് ഒളിവിൽ പോയിരുന്ന ശ്രീരാമസേനയുടെ സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കോട്ടയം മടപ്പള്ളി സ്വദേശി പുത്തൻപുരയ്ക്കൽ ആദർശ് V നായരെയാണ് വടക്കാഞ്ചേരി പോലീസ് പെരുമ്പാവൂരിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവത്തിൽ രഞ്ജിത്തിനും മകൾക്കും അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കേസിലെ മറ്റ് 2 പ്രതികളായ തൃശൂർ ചിറയ്ക്കൽ സ്വദേശി ജയചന്ദ്രൻ, കോട്ടയം മാടപ്പള്ളി സ്വദേശി രാഹുൽ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു.
വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജിൻ എം തോമസിന്റെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് സംഘത്തിൽ വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജോയ്, ശരത്, പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് വിജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സഗുൺ, ഹോംഗാർഡ് ജോബി എന്നിവരും ഉണ്ടായിരുന്നു. വെങ്കിടങ്ങ് കണ്ണോത്ത് പുല്ലഴി റോഡിനോട് ചേർന്നുള്ള ചാലിലേക്ക് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 4 യുവാക്കളും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മഴയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ചാലിലേക്കാണ് കാർ തലകീഴായി മറിഞ്ഞത്. കണ്ണോത്ത് പാടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തിയതായിരുന്നു ഗുരുവായൂർ സ്വദേശികളായ 4 പേരും. കാറിനുള്ളിൽ അകപ്പെട്ട യുവാക്കളെ പരിസരത്ത് തട്ടുകട നടത്തിയിരുന്ന പാലുവായി കാർഗിൽ നഗർ സ്വദേശി മനുവിന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി. വിവരമറിഞ്ഞ് പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ SI-മാരായ TC അനുരാജ്, റജിൻ രാജ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. വാഹനം പിന്നീട് പുറത്തെടുത്തു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വെളത്തൂർ സ്വദേശി തൃപ്പാക്കൽ വീട്ടിൽ ബിനീഷ്, മനക്കുടി ആശാരിമൂല സ്വദേശി കോട്ടപ്പടി വീട്ടിൽ സുരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. വെളുത്തൂർ സ്വദേശി ആലേങ്ങാട് വീട്ടിൽ രഞ്ജിത്തിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, അനീഷ്, ഫൈസൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിനെയും അഗതിയൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചിൽഡ്രൻസ് നഗർ റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. മഴ കനത്തതോടെ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. നിരവധി വീടുകളും അങ്കണവാടികളും വ്യവസായശാലകളുമുള്ള പ്രദേശമാണ് ചിൽഡ്രൻസ് നഗർ. ഇവിടേക്ക് കാൽനട യാത്ര പോലും ഇപ്പോൾ ദുസ്സഹമാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും റോഡ് നന്നാക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഉയർത്തി റോഡും അരികിൽ കാനയും നിർമ്മിക്കണമെന്ന് BJP കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കരയും ട്രഷറർ വിജീഷ് അപ്പുവും ആവശ്യപ്പെട്ടു. യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ തികച്ചും നിസ്സംഗമായ സമീപനമാണ് വാർഡ് മെമ്പറും ഉൾപ്പെടെ ഭരണസമിതി, ബോർഗം പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. വളരെ കാലമായിട്ട് നമ്മൾ ഗ്രാമസഭകളിലൊക്കെ പറയുന്നത് തന്നെയാണ് ഈ റോഡിനെ കുറിച്ചിട്ട്. ഇത് മെമ്പറോട് പറയുമ്പോഴും ഇപ്പോൾ റെഡിയാക്കും എന്ന് പറയുന്നതല്ലാതെ ഇത് യാതൊരുവിധ നടപടികളും ഇതിന് സ്വീകരിച്ചിട്ടില്ല. പാഞ്ഞാളിൽ 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം റോഡരികിൽ സംസ്കരിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ. വല്ലങ്ങിപ്പാറ അഹമ്മദിയ ജുമാ മസ്ജിദിന് സമീപമാണ് 3 ദിവസം പഴക്കം ചെന്ന കാട്ടുപന്നിയുടെ ജഡം കണ്ടത്. നാട്ടുകാർ ജനപ്രതിനിധികളെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പരാതിയുണ്ട്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും നാട്ടുകാർ ചേർന്ന് സംസ്കരിക്കാനായിരുന്നു മറുപടി. എന്നാൽ നിയമപ്രശ്നങ്ങൾ കാരണം നാട്ടുകാർ അതിനു മുതിർന്നില്ല. ജഡത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ ആരംഭിച്ചതോടെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും റോഡിൽ കൂടി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. ഉണ്ട്. പട്ടം സൂചിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറും. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ചെന്നായിപ്പാറയിൽ വനത്തിൽ അതിക്രമിച്ചു കയറി വൈദ്യുതി ലൈനിൽ നിന്നും കെണിയൊരുക്കി കാട്ടുപന്നിയെ പിടികൂടിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. ചെന്നായിപ്പാറ സ്വദേശി അജിത് കുമാർ, വെള്ളക്കാരിത്തടം സ്വദേശികളായ രാജു, ചന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളുടെ വീട്ടിൽ നിന്നും പന്നിയിറച്ചിയും ആയുധങ്ങളും പിടിച്ചെടുത്തത്.
ചോർന്നൊലിക്കുന്ന ഷെഡിൽ ദുരിത ജീവിതം നയിക്കുകയാണ് വയോധികയായ സാവിത്രി. എളവള്ളി പഞ്ചായത്ത് 1-ാം വാർഡിൽ പോൾ മാസ്റ്റർ പടിക്ക് സമീപം താമസിക്കുന്ന നാലുപുരയ്ക്കൽ സാവിത്രിയും കുടുംബവുമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. മഴ പെയ്താൽ സാവിത്രിയുടെ വീടിനുള്ളിൽ വെള്ളം കയറും. കാറ്റൊന്ന് ശക്തമായാൽ കവുങ്ങിൻ പാളിയും തകര ഷീറ്റും ഉപയോഗിച്ച് 6 വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന്റെ മേൽക്കൂരയിലെ ഷീറ്റും ഇളകും. ഷീറ്റ് തുരുമ്പെടുത്ത് നശിച്ചതോടെ മേൽക്കൂരയിൽ ടാർപോളിൻ ഉപയോഗിച്ചാണ് മഴവെള്ളം തടഞ്ഞു നിർത്തുന്നത്. വീടിന്റെ ചുമരുകളും കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതായി സാവിത്രി പറയുന്നു. പണി ചെയ്യാൻ വയ്യ. മോനാണെങ്കിൽ ആക്സിഡൻ്റ് കൊടുക്കണം. വീടാണ് തുറന്നു നോക്കാൻ സ്ഥലമാണ്. പറ്റും സഹായങ്ങൾ ചെയ്യുന്നില്ല. കൂലിപ്പണിക്കാരനായ മകന്റെ സംരക്ഷണയിലാണ് സാവിത്രി കഴിഞ്ഞിരുന്നത്. എന്നാൽ 1 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്ക് പറ്റിയതിനാൽ മകന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് സാവിത്രിയും കുടുംബവും മുട്ടാത്ത വാതിലുകളില്ല. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികാരികളോടും ദയനീയാവസ്ഥ ബോധിപ്പിച്ചെങ്കിലും പരിഹാരമായില്ല. തന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് 76-കാരിയായ സാവിത്രി. TCV പാവർട്ടി. നാട്ടികയിൽ വീടിന് നേരെ ആക്രമണം. CU കൃഷ്ണൻകുട്ടി റോഡിൽ താമസിക്കുന്ന കുന്നത്ത് മുരളീധരന്റെ വീടാണ് 6ഓളം വരുന്ന സംഘം ആക്രമിച്ചത്. ഇന്നോവ കാറിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുകാർ പറയുന്നു. വീടിന്റെ ജനലും മുറ്റത്ത് കിടന്നിരുന്ന കസേരയും ചെടിച്ചട്ടികളും അടിച്ച് തകർത്ത നിലയിലാണ്. വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ചവിട്ടി താഴെയിട്ടതായും പറയുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4-ാം വാർഡിലെ നവീകരിച്ച വെണ്ണേങ്കോട്ട് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, വാസന്തി ആനന്ദൻ, ചാന്ദിനി വേണു എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4-ാം വാർഡിലെ വെണ്ണേങ്കോട്ട് റോഡിന്റെ പുനർനിർമ്മാണത്തിന് പരിശ്രമിച്ച വാർഡ് അംഗത്തെ അവഗണിച്ച് ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതായി ആരോപണം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ശിലാഫലകത്തിൽ വാർഡ് അംഗം സോമശേഖരന്റെ പേര് ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ധിക്കാരപരമായി സംസാരിച്ചതായി വാർഡ് അംഗം സോമശേഖരൻ പറഞ്ഞു. 4-ാം വാർഡിലെ MLA ഫണ്ടായിട്ട് കിട്ടിയുള്ള പൈസ എന്ന് റോഡിൻ്റെ 136 മീറ്ററാണ് മൊത്തം ചെയ്തത്. 32 മീറ്റർ കോൺക്രീറ്റിങ്ങും 254 മീറ്റർ ടാറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി 500 മീറ്ററോളം കഷ്ടി ബാക്കി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ ഭാഗങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് MLA വന്ന് നിർവഹിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. മാത്രമല്ല അതിൽ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെ അതിൽ ഉൾക്കൊള്ളിക്കുക എന്നോട് കാണിച്ച അവഗണന എന്നെ തീരെ ഒരു മോശക്കാരനെ ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റമാണ് MLAയിൽ നിന്നുണ്ടായത്. വെണ്ണേങ്കോട്ട് റോഡിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയവൽക്കരിച്ചതിനെതിരെ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ സംഗമം നടത്തി. NK വിമല, മിനി ബാബു, RV മൊയ്നുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഴാനി ഡാമിലെ സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പൂളിന്റെ നിർമ്മാണം 85% പൂർത്തിയായി. കൺട്രോൾ റൂമിന്റെ രൂപകൽപ്പനയും അന്തിമഘട്ടത്തിലാണ്. 3100 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പൂളാണ് നിർമ്മിക്കുന്നത്. ടൈൽ വിരിക്കുന്ന പ്രവൃത്തികളും വൈദ്യുതീകരണവുമാണ് ഇനി നടക്കാനുള്ളത്. കൂടാതെ കൺട്രോൾ റൂമിന്റെ രൂപകൽപ്പനയ്ക്കും അംഗീകാരം ലഭിക്കാനുണ്ട്. ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷം നിലവിലെ സ്ക്രീനിന് തടസ്സം വരാത്ത രീതിയിൽ സഞ്ചാരികൾക്ക് ആകർഷകമായ വിധത്തിലായിരിക്കും കൺട്രോൾ റൂം നിർമ്മിക്കുക. ജലധാരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കിണറിന്റെ നവീകരണവും പൂർത്തിയായിട്ടുണ്ട്. ടൂറിസം വകുപ്പിന്റെ 5.99 കോടി രൂപ ചെലവഴിച്ചാണ് സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 70-ലേറെ ഫൗണ്ടനുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് അതിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് 15 മിനിറ്റോളം നീളുന്ന ഷോയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒക്ടോബറോടുകൂടി നിർമ്മാണം പൂർത്തീകരിക്കാനാണ് നീക്കം. TCV വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂരിൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള സമരത്തിൽ ഭരണപക്ഷ നേതാവും. നഗരസഭയ്ക്ക് കീഴിൽ TKS പുരത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനറേറ്ററിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിലാണ് CPI മണ്ഡലം കമ്മിറ്റി അംഗമായ OC ജോസഫ് പങ്കെടുത്തത്. LDF ഭരിക്കുന്ന നഗരസഭയിൽ CPI-കാരിയായ LC പോളാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. നാപ്കിൻ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതിനായി TKS പുരത്തെ പ്ലാന്റിൽ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ ഭരണപക്ഷമായ LDF ആണ് പദ്ധതി ആവിഷ്കരിച്ചത്. LDFന്റെ പദ്ധതിക്കെതിരെ കോൺഗ്രസ് കൗൺസിലർ
VM ജോണി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിൽ ഭരണകക്ഷി നേതാവ് പങ്കെടുത്തത് മുന്നണിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. ദേശീയ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TK ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായി ആചരിച്ചു. ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ ഒരുക്കിയ അനുസ്മരണ ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. TK ചാത്തുണ്ണിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മുൻ ദേശീയ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയ്ക്ക് ചാത്തുണ്ണിയുടെ ഭാര്യ സ്വർണലത സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ ദേശീയ ഫുട്ബോൾ താരം MM ജേക്കബ്, KFA പ്രസിഡന്റ് നവാസ് മീരാൻ, പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തുടങ്ങി വെച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്പെയിനിലെ ബാഴ്സലോണയ്ക്ക് സമീപം ലോററ്റ് ഡിമാറിൽ നടന്ന വേൾഡ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആലപ്പാട് സ്വദേശിക്ക് ഇരട്ട സ്വർണ്ണ മെഡൽ. ആലപ്പാട് ചിറമ്മൽ കാരാത്ത് ആന്റണി വിറ്റി ദമ്പതികളുടെ മകനും ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ആൽവിൻ ആന്റണിയാണ് 100 മീറ്റർ 200 മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരാണ് വേൾഡ് മെഡിക്കൽ ഗെയിംസിൽ മത്സരിക്കുന്നത്. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ ലഹരിക്ക് മറുമരുന്നായി കായിക ലഹരി. ഫുട്ബോൾ, ഷട്ടിൽ, ക്യാരംസ് തുടങ്ങിയ കളികളാണ് ആദിവാസി വിദ്യാർത്ഥികൾക്കായി ഉന്നതിയിൽ ഒരുക്കിയിട്ടുള്ളത്. കാഡർ വിഭാഗക്കാർ താമസിക്കുന്ന ശാസ്താംപൂവം ഉന്നതിയിലെ മുതിർന്നവർക്കിടയിൽ ലഹരി ആസക്തി വർദ്ധിച്ചുവരുന്നത് കണക്കിലെടുത്താണ് യുവാക്കളിലും കുട്ടികളിലും കായിക ലഹരി വളർത്തിയെടുക്കാൻ സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ മുൻകൈയെടുത്ത് വനസംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അവധി ദിവസങ്ങളിൽ കുട്ടികൾ വനത്തിൽ പോയി അലഞ്ഞുതിരിഞ്ഞു നടന്ന് അപകടങ്ങളിൽ പെടുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലും ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിലൊക്കെ ഞാനൊരു ഭാഗമാവാറുണ്ട്. പലതരത്തിലും വരുന്ന ഒരു വിമർശനം എന്താ പറയുക, അവിടേക്ക് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഒക്കെ കള്ളുകുടിച്ച് കളയുള്ളൂ. അതാണ് അവരുടേത്. കുറേ പേര് കള്ളുകുടിക്കുന്നവരുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അതില്ലാത്ത കുറേ പേരുണ്ട് നന്നായിട്ട് ജീവിക്കുന്ന, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് മാതൃകാപരമായിട്ട് ജീവിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്, നൂറ്റാണ്ടുകളായിട്ട് അവരങ്ങനെയാണ്. അപ്പോൾ ആ ലഹരി ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു ബദലുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന് പിള്ളേരൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇവർക്ക് ഫുട്ബോളിനോടാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്ക് താല്പര്യം, ഫുട്ബോളിനോടാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ ആൺകുട്ടികളെ നമുക്ക് ഫുട്ബോൾ, അത് ആ ലഹരി അവരിൽ എങ്ങനെ എത്തുന്നു നോക്കാം. കഴിഞ്ഞ വർഷം ഉന്നതിയിലെ 2 കുട്ടികൾക്ക് വനത്തിനുള്ളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രക്ഷിതാക്കൾക്കൊപ്പമുണ്ടായിരുന്ന 5 കുട്ടികളെ ഉൾക്കാട്ടിൽ വെച്ച് കാണാതായിരുന്നു. വനപാലകരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ 3ാം ദിവസമാണ് കുട്ടികളെ കണ്ടെത്തി സുരക്ഷിതരായി ഉന്നതിയിൽ തിരിച്ചെത്തിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് ഉന്നതിയിൽ കുട്ടികൾക്ക് കായിക വിനോദത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാന വനവികസന ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് നമുക്കിങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അത് നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുന്നുണ്ട്. ലഹരി, മദ്യം അതിനൊക്കെ അടിമപ്പെട്ട ആൾക്കാരായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ടുണ്ട്. ബട്ട് കുട്ടികൾക്ക് ആ സ്വഭാവം ഉണ്ടാവാതിരിക്കാനും അവർക്ക് വേണ്ട മെച്ചപ്പെട്ട ഇങ്ങനൊരു സൗകര്യം നമ്മൾ വനവകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവരെ നല്ലൊരു എന്താ പറയുക ടീം വാർത്തെടുത്ത് നമ്മൾ ജില്ലയ്ക്ക് പുറത്തും എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും. വിവിധ സംഘടനകളുടെ സഹായത്തോടെ ആവശ്യമായ കളിയുപകരണങ്ങളും സമാഹരിച്ചു. മികച്ച ഫുട്ബോൾ കളിക്കാരെ ഉന്നതിയിലെത്തിച്ച് ആദിവാസി കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം നൽകി. പെൺകുട്ടികൾക്കായി ഉന്നതിയിലെ അംഗനവാടി പരിസരത്ത് ഷട്ടിൽ കോർട്ട് ഒരുക്കി നൽകുകയും കമ്മ്യൂണിറ്റി ഹാളിൽ ക്യാരംസ് കളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ഏതാനും വർഷം കൊണ്ട് മികച്ച ഫുട്ബോൾ കളിക്കാരെ സംഭാവന ചെയ്യാൻ ശാസ്താംപൂവം ആദിവാസി ഉന്നതിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സാമൂഹിക പ്രവർത്തകനായ ജോയ് കാവുങ്ങൽ പങ്കുവയ്ക്കുന്നത്. ഒപ്പം ലഹരിക്കടിമപ്പെടാത്ത പുതിയ തലമുറ ഇവിടെ വളർന്നു വരുമെന്നും പ്രതീക്ഷയുണ്ട്. TCV ന്യൂസ്, കൊടകര. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അനുവദിച്ച ആംബുലൻസിന്റെ താക്കോൽദാനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ഹോം കെയർ നടത്തുന്നതിനു വേണ്ടിയാണ് ആംബുലൻസ് അനുവദിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യാതിഥിയായി.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ CK ഷിജി, ഷൈജ കിഷോർ, പഞ്ചായത്ത് സെക്രട്ടറി KR സിന്ധു എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി PM ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC എക്സിക്യൂട്ടീവ് അംഗം സജയ് വയനപ്പള്ളി, നേതാക്കളായ MU ഉമറുൽ ഫാറൂഖ്, TA നാസിമുദ്ദീൻ, KK അൻവർ ചാമക്കാല, ഹരിദാസ് കൊച്ചിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ആയിരങ്ങൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി സഹകാർമ്മികനായി. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചെന്നായിപ്പാറ തിരുഹൃദയാശ്രമം ഡയറക്ടർ ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊട്ടേക്കാട് ഫൊറോന ദേവാലയം അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് തിരുനാൾ സന്ദേശം നൽകി. പഴുവിൽ ഫൊറോന ദേവാലയം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മുല്ലശ്ശേരി പഞ്ചായത്ത് അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ EV പ്രബീഷ്, ശ്രീദേവി ഡേവിസ്, ഷീബ വേലായുധൻ, ക്ലമന്റ് ഫ്രാൻസിസ്, TJ പ്രവീൺ, സുജിത് NS, രാജശ്രീ ഗോപകുമാർ, ശ്രീദേവി ജയരാജൻ, സെക്രട്ടറി ജോസ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. CITUവിന്റെ നേതൃത്വത്തിലുള്ള ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആളൂരിൽ നടക്കും. പ്രതിനിധി സമ്മേളനം, തൊഴിലാളികളുടെ പ്രകടനം, പൊതുസമ്മേളനം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന പ്രതിനിധി സമ്മേളനം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി നേതാക്കളായ TK സന്തോഷ്, KR ജോജോ, CS രഘു, ഉല്ലാസ് കളക്കാട്ട്, IN ബാബു എന്നിവർ അറിയിച്ചു. ആറ്റത്ര സെയിന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, കടങ്ങോട് പള്ളി വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട് തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ ഊട്ടുനേർച്ച ഉണ്ടായിരുന്നു. വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടന്നു. ആമ്പല്ലൂർ NSS കരയോഗം സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന ആഘോഷം NSS ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും. മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. KK ചന്ദ്രൻ MLA സ്മരണിക പ്രകാശനം ചെയ്യും. പെൻഷൻ പദ്ധതി വിപുലീകരണ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ നിർവഹിക്കും. കരയോഗത്തിലെ 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കരയോഗം സെക്രട്ടറി G കലാസാഗരൻ, പ്രസിഡന്റ് C മുരളി, വൈസ് പ്രസിഡന്റ് സജീവ് കരിപ്പേരി, ജോയിന്റ് സെക്രട്ടറി P രതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം അന്തിക്കാട് മേഖലാ സമ്മേളനം മണലൂർ ഏരിയ സെക്രട്ടറി AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. PC രജീഷ് അധ്യക്ഷത വഹിച്ചു. AV ശ്രീവത്സൻ, KV രാജേഷ്, KR രബീഷ്, ജ്യോതി രാമൻ, KG ഭുവനൻ,
CR ശശി, TG ദിലീപ് കുമാർ, AK അഭിലാഷ്, M കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുരിയച്ചിറ സെയിന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ ലഹരിക്കെതിരെ മാരത്തോൺ നടത്തി. മുൻ IPS ഓഫീസർ KM ആന്റണി മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു. നെടുപുഴ SI KG ജയനാരായണൻ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൗൺസിലർ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ, ഡോക്ടർ ടോമി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ സീലിയയുടെയും കായിക അധ്യാപകരായ ആന്റണി ഡേവിസ്, റോൺ സേവ്യർ എന്നിവരുടെയും നേതൃത്വത്തിൽ നടത്തിയ മാരത്തണിൽ 100ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9295 രൂപ, പവന് 74,360 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചു. കുന്നംകുളം മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചു. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഫാം ഫെഡ് ചെയർമാനും MDയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. 1.5 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ സുപ്രധാന രേഖകളും വിവിധ സീലുകളും കണ്ടെടുത്തു. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം നെൽകർഷകർ ആശങ്കയിൽ. ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് സാധ്യത എന്ന് കർഷകർ. പഴയന്നൂർ വടക്കേത്തറ വില്ലേജ് ഓഫീസിൽ 2 മാസത്തിലേറെയായി ഓഫീസറില്ല. വിവിധ സേവനങ്ങൾ ലഭിക്കാതെ വലഞ്ഞ് ജനം. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം നാട്ടുകാർ ദുരിതത്തിൽ. 20 വർഷമായി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താറില്ലെന്നും യാത്രാ ദുരിതം പരിഹരിക്കണമെന്നും നാട്ടുകാർ. വിദ്യാർത്ഥികളില്ലാതെ പെരുമ്പിലാവ് അറയ്ക്കൽ MUM LP സ്കൂളിന് ഈ വർഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിൽ ചേർന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.